മൂന്നാറിലെ ജനവാസ മേഖലയിൽ തുടരുകയാണ് കാട്ടാന പടയപ്പ. മതപ്പാടിലായതോടെ 3 ആനകളുടെ കൂട്ടത്തോടൊപ്പമാണ് പടയപ്പ ഉള്ളത്. RRTയുടെ പ്രത്യേക നിരീക്ഷണവും തുടരുന്നു. ചൊക്കനാട് എസ്റ്റേറ്റിലാണ് കഴിഞ്ഞ 2 ദിവസമായി പടയപ്പയും കാട്ടാനക്കൂട്ടവും ഉള്ളത്. കഴിഞ്ഞ ദിവസം തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളുടെ അടുത്തുവരെ കാട്ടാനകൾ എത്തിയിരുന്നു. മതപ്പാടിൽ ആയതിനാൽ കാട്ടാന അക്രമശക്തനാകാൻ സാധ്യതയുണ്ടായെന്ന് വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അനാവശ്യമായി ആനയെ പ്രകോപിപ്പിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്നും വനം വകുപ്പ്. സഞ്ചാരികളോട് പറയാനുള്ളത് ആനയെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ആനയുടെ അടുത്തേക്ക് പോകരുത്. അതുപോലെ അനാവശ്യമായിട്ട് മൊബൈലിൽ സെൽഫി എടുക്കുക, അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. വാഹനങ്ങൾ ആനയുടെ അടുത്തോട്ട് കൊണ്ടുപോകരുത്. ആനയ്ക്ക് അരോചകത്വം ഉണ്ടാക്കുന്ന രീതിയിൽ വാഹനത്തിൽ ഹോണോ അല്ലെങ്കിൽ മറ്റ് മ്യൂസിക് സിസ്റ്റം ഇതൊന്നും പ്രവർത്തിപ്പിക്കരുത്. പെട്ടിമുടി, ദേവികുളം എന്നീ 2 RRTകളുടെ നിരീക്ഷണമാണ് മൂന്നാർ മേഖലയിലുള്ളത്. 7 ആനകളുടെ കൂട്ടവും ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. അതേസമയം കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്ന് തുരത്തണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും രംഗത്തെത്തി. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.